ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ought to സെമി മോഡൽ വെർബ് എന്ന ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ought to should എന്ന മോഡൽ വെർബ് പോലെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് അത്. മസ്റ്റ് എന്ന മോഡൽ വെർബിൻ്റെ അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യാറേയില്ല. പല ആളുകൾക്കും അത് കൺഫ്യൂഷനും ഉണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക് ought to. ഇത് ഒരു മോഡൽ വെർബ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറൻറ്റ് മീനിങ്സ് ഉണ്ട്. പല ഡിഫറൻറ്റ് സെൻറ്റൻസസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഡിഫറൻറ്റ് മീനിങ്സും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. യു ought to exercise more. നിങ്ങൾ കൂടുതൽ എക്സസൈസ് ചെയ്യണം. ഇതിൻ്റെ ഉപയോഗം ഷുഡ് എന്ന മോഡൽ വെർബിൻ്റെ ഉപയോഗം പോലെ തന്നെയാണ്. പക്ഷേ ഷുഡിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങറാണിത്. പക്ഷേ മസ്റ്റ് എന്ന മോഡൽ വെർബിൻ്റെ അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ought to കഴിഞ്ഞ് വരുന്ന വെർബ് ശ്രദ്ധിക്കുക. യു ought to exercise. എക്സസൈസ് എന്നത് V1 ഫോമാണ്, വെർബിൻ്റെ ബേസ് ഫോമാണ്. അപ്പോൾ ought to കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V1 ഫോം ഓഫ് ദ വെർബ് ആണ്. യു ought to exercise more എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? അതൊരു റെക്കമെൻഡേഷനാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നത്. ഒരാളെ നമുക്ക് ഉപദേശിക്കുമ്പോൾ ഒക്കെ അങ്ങനെ പറയാം. കൂടുതൽ എക്സസൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അത് പോരാ, അത്രയ്ക്ക് പോരാ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കുറച്ചുകൂടി എക്സസൈസ് ചെയ്യണം എന്ന് നമ്മളൊരാളെ ഉപദേശിക്കുകയാണ്. അതല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരാളെ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ രൂപത്തിൽ ഒരു കാര്യം പറയുമ്പോൾ, സജസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ought to ഉപയോഗിക്കാം. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. യു ought to receive the package tonight. നിങ്ങൾക്ക് ആ പാക്കേജ് ഇന്ന് കിട്ടണം അല്ലെങ്കിൽ കിട്ടേണ്ടതാണ്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ought to ഉപയോഗിക്കാം. യു ought to receive the package tonight. നെക്സ്റ്റ് എക്സാമ്പിൾ. ജെയിംസ് ought to get the promotion. ജെയിംസിന് പ്രൊമോഷൻ കിട്ടേണ്ടതാണ്, അതല്ലെങ്കിൽ കിട്ടണം. അവിടെ നമ്മൾ ഒരു പ്രതീക്ഷ തന്നെയാണ്. അത് ജെയിംസ് ഡിസേർവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ജെയിംസ് ought to get the promotion. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നതിന് നമുക്ക് ought to ഉപയോഗപ്പെടുത്താം. ശ്രദ്ധിക്കുക, ought to get അവിടെയും പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്, വെർബിൻ്റെ V1 ഫോം. ഇപ്പോൾ 3 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ സെൻറ്റൻസസ് പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് പ്രസൻറ്റ് ടെൻസ് ആണ്, വെർബിൻ്റെ V1 ഫോമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഫസ്റ്റ് എക്സാമ്പിൾ ought to exercise. സെക്കൻഡ് എക്സാമ്പിൾ ought to receive. തേർഡ് എക്സാമ്പിൾ ought to get. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് വെർബിൻ്റെ V1 ഫോമാണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ought to യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഐ ought to have studied medicine, not pharmacy. ഞാൻ പഠിക്കേണ്ടിയിരുന്നത് മെഡിസിനാണ്, ഫാർമസി അല്ല. പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് അതാണ്. ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല, അതായിരുന്നു ശരിയായി ചെയ്യേണ്ട കാര്യം, മെഡിസിൻ പഠിക്കുക എന്നാണ്. പക്ഷേ ഞാൻ പഠിച്ചത് ഫാർമസിയാണ്. ഐ ought to have studied medicine, not pharmacy. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കതിൽ വിഷമം തോന്നുന്നു, ചെയ്യേണ്ട ഒരു കാര്യമല്ല ചെയ്തത്. അപ്പോൾ അവിടെ യൂസ് ചെയ്തത് ought to have studied എന്നാണ്. സ്റ്റഡീഡ് എന്നുള്ളത് വെർബിൻ്റെ, സ്റ്റഡി എന്ന വെർബിൻ്റെ V3 ഫോമാണ്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ ought to have helped him. ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു എന്നാണ്. സഹായിച്ചില്ല, അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എനിക്കതിൽ വിഷമമുണ്ട്, കാരണം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല. I ought to have helped him. Helped, അവിടെയും ഹെൽപ്പ് എന്ന വെർബിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഹെൽപ്ഡ് എന്നത്. ought to have helped.
ഹെൽപ്പ് ചെയ്യേണ്ടിയിരുന്നു, അതൊരു ഡ്യൂട്ടി ആയിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇപ്പോൾ അതിന് ഒരു റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ അത്തരം കോണ്ടെക്സ്റ്റുകളിലും നമുക്ക് ought to ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് ought to ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസസിലും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ought to ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒട്ടും കോമൺ അല്ല. ആരും അത് യൂസ് ചെയ്യാറില്ല. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ought she call the police? ought she call the police എന്ന് പറയുന്നത് ഷുഡ് വെച്ച് നിങ്ങൾ നോക്കുക. ഷുഡ് ഷീ കോൾ ദ പോലീസ്, അതായത് അവൾ വിളിക്കണമായിരുന്നോ എന്നാണ്, വിളിക്കേണ്ടിയിരുന്നോ. പക്ഷേ ഇവിടെ നമ്മൾ ought to ഉപയോഗിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഫോം ആകുമ്പോൾ അവിടെ to ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ought ക്വസ്റ്റ്യൻ ഫോമിൽ ഉപയോഗിക്കാം. അത് ടെക്നിക്കലി അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ കോമൺ ആയിട്ട് അത് യൂസ് ചെയ്യാറില്ല എന്നതാണ് ഒരു ഫാക്റ്റ്. ആരും പക്ഷേ അതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. ought we complete it now? ought we complete it now? എന്നാൽ should we complete it now? ഇപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. ഷുഡ് ആ ought എന്നതിൻ്റെ സ്ഥാനത്ത് ഷുഡ് വെച്ച് നോക്കുക. അപ്പോൾ ഒരു കൺഫ്യൂഷനുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ഫോമിൽ to യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെഗറ്റീവ്സ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് നോക്കാം. യു ought not smoke so much. നിങ്ങൾ ഇത്രയധികം സ്മോക്ക് ചെയ്യാൻ പാടില്ല. യു ought not smoke. ought not അവിടെയും നമ്മൾ to യൂസ് ചെയ്യേണ്ടതില്ല. ought not smoke എന്ന് പറഞ്ഞാൽ should not smoke. വേറൊരു എക്സാമ്പിൾ. യു ought not carry so much cash while traveling. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ക്യാഷ് കൊണ്ടു നടക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് എന്ന മീനിങ്, യു ഷുഡ് നോട്ട് ക്യാരി എന്ന മീനിങ് ആണ്. അവിടെയും നമ്മൾ to ഉപയോഗിച്ചില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമിലും നെഗറ്റീവ് ഫോമിലും ought to ഉപയോഗിക്കേണ്ടതില്ല. പക്ഷേ ought ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ought to അതിൻ്റെ ഒരു യൂസ് മനസ്സിലായല്ലോ. ഒരു സെൻറ്റൻസ് എങ്കിലും കമൻറ്റ് ബോക്സിൽ എക്സാമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണം കേട്ടോ.